രാഹുൽ മാങ്കൂട്ടത്തിൽ 38 ദിവസത്തിന് ശേഷം പാലക്കാട്ടെത്തിയത് ഇന്നലെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും തുടർന്ന് പാലക്കാട് തന്നെ ഉണ്ടാകും എന്നതാണ് അറിയുന്നത്. രാഹുലിന്റെ വരവിന് കോൺഗ്രസിന്റെ പിന്തുണയുണ്ട് എന്നത് വ്യക്തമായിരുന്നു. നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ സ്വീകരണം ആ നിലയിൽ തന്നെ വേണം നോക്കിക്കാണാൻ. പ്രാദേശികമായി നേതാക്കളുടെ സാന്നിധ്യം എല്ലായിടത്തും നമ്മൾ കണ്ടതാണ്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രാഹുലിനെ അകറ്റി നിർത്തിയിട്ടില്ല എന്നത് നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം, ജില്ലാ നേതൃത്വത്തിനിടയിൽ വലിയ അതൃപ്തി രാഹുലിന്റെ വരവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നുവെങ്കിലും അതിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയത്. DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ആ ഒരു നിലപാട് മാറ്റം പ്രതിഫലിക്കുന്ന രീതിയിൽ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി. രാഹുലിനെതിരെ വലിയ പ്രതിഷേധങ്ങളില്ല. രാഹുൽ ഇനിയും മണ്ഡലത്തിൽ തുടരാൻ പോകുന്നു. അപ്പോൾ ആ പ്രശ്നം അവസാനിക്കുന്നോ എന്ന് തോന്നിയിരിക്കുന്ന ഇടത്താണ് ഇന്ന് CPM ജില്ലാ സെക്രട്ടറി ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം ഇവിടെ അവസാനിക്കുന്നില്ല എന്നത് വ്യക്തമാക്കുന്ന പരാമർശങ്ങളാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ കാര്യത്തിൽ രാഹുലിനെ ഈ ആരോപണങ്ങളുടെ മുനയിലേക്ക് രാഹുലിനൊപ്പം തന്നെ ഷാഫി പറമ്പിലിനെ ഈ ആരോപണങ്ങളുടെ മുനയിലേക്ക് എത്തിക്കാനാണ് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ശ്രമിച്ചിരിക്കുന്നത്. അത് ഗുരുതര ആരോപണങ്ങളാണ്. സ്ത്രീ വിഷയത്തിൽ രണ്ടുപേരും കൂട്ടുകച്ചവടം നടത്തുന്നവരാണ് എന്നതാണ് EN സുരേഷ് ബാബു ഇന്ന് പറഞ്ഞത്. പെൺകുട്ടികളോട് ബംഗളൂരിലേക്ക് ട്രിപ്പ് പോയാലോ എന്ന് ചോദിക്കുന്ന ആളാണ് ഷാഫി എന്നും EN സുരേഷ് ബാബു ആരോപിച്ചു. അതുകൊണ്ടാണ് രാഹുലിനെതിരെ ഷാഫി ഒന്നും മിണ്ടാത്തതെന്നും EN സുരേഷ് ബാബു ഇന്ന് പറഞ്ഞു. അപ്പോൾ ഷാഫിക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണം CPM ഉന്നയിക്കുന്നു. നേതാക്കൾ പേടിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടില്ലേ? നേതാക്കൾ പേടിക്കുന്നത് വേറെ കൊണ്ടല്ല. ഇയാളുടെ ഒരു നേതാവ് ഹെഡ്മാഷായിട്ടുള്ള ആളാരാ? ഇയാളെ MLA ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ് അല്ലേ? ഷാഫി പറമ്പിലെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല. അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും വേണം. അവൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ? തയ്യാറാവില്ല. കാരണം എന്താ? കൂട്ടുകച്ചവടമാണ് ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ്. പരസ്യമായി ഇവനെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാണ് പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ. ഞാനതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല. എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നടത്തുന്ന പൊതുപ്രവർത്തകരായ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ എങ്ങനെ ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നുകയാണ്. ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഷാഫി പറമ്പിലിനെതിരെ എത്രമാത്രം ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് എന്നത് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. കാരണം ഹെഡ്മാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ലൈംഗിക ആരോപണം രാഹുലിനെതിരെ ഉയർന്നു. 38 ദിവസത്തിന് ശേഷം രാഹുൽ പാലക്കാടെത്തി. ഓഫീസിൽ ഉൾപ്പെടെ വന്നു. വലിയ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആ പ്രശ്നങ്ങൾ അവസാനിക്കുന്നോ എന്ന് തോന്നിയ ഘട്ടത്തിലാണ് CPM ജില്ലാ സെക്രട്ടറി ഇത്തരം ഗുരുതരമായ ഒരു ആരോപണം ഷാഫി പറമ്പിലിനെതിരെ ഉന്നയിക്കുന്നത്. ഉന്നം ഷാഫി പറമ്പിലാണ് എന്നത് വ്യക്തമാണ്. ഈ പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല എന്നത് വ്യക്തമാണ്. നമുക്കറിയാം, ഇത് ഒരു CPMന്റെ ഒരു ജില്ലാ സെക്രട്ടറി ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ്. കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരു പക്ഷേ ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ പുറത്തുവിടും എന്ന സൂചനകൾ കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് രാഹുലിൽ അവസാനിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നൽകുന്ന സൂചന. രാഹുലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ചയായപ്പോൾ തന്നെ അതിന് പിന്നാലെ ഷാഫിയുമായി ബന്ധപ്പെട്ട് കൂടി ചില വിവരങ്ങൾ CPMന് ലഭിച്ചിട്ടുണ്ട് എന്നതിന്റെ സൂചനകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് എപ്പോൾ വേണം പുറത്തുവിടാൻ എന്നുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും CPM ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വരുന്നത്. പക്ഷേ ഇത് ഒരു വിഷയം, മറ്റൊരു കാര്യവും ചൂണ്ടിക്കാട്ടാനില്ലാത്തപ്പോൾ ഉന്നയിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെതിരെ ഷാഫി പറമ്പിൽ രംഗത്ത് വരുന്നത്. ഇത്
ആരോപണമല്ല, വ്യക്തി അധിക്ഷേപമാണ് നടക്കുന്നത് എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. അധിക്ഷേപങ്ങളുടെ രാഷ്ട്രീയം മുറുകെ പിടിച്ചുകൊണ്ടാണ് CPM മുന്നോട്ട് പോകുന്നത്. ഇതാണോ CPMന്റെ രാഷ്ട്രീയം? ഇതാണോ CPM അടുത്ത തെരഞ്ഞെടുപ്പിലെ അവരുടെ മാനിഫെസ്റ്റോ തുടങ്ങിയ കാര്യങ്ങൾ ഷാഫി പറമ്പിൽ ചോദിക്കുകയാണ്. ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇത്തരം ഗുരുതരമായ ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നതാണോ തെരഞ്ഞെടുപ്പിലേക്ക് CPM ഒരുക്കി വെക്കേണ്ട മാനിഫെസ്റ്റോ എന്നതാണ് ഷാഫി പറമ്പിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ജില്ലാ സെക്രട്ടറി ഇങ്ങനെ വ്യക്തി അധിക്ഷേപം നടത്തുന്ന ആളായി തരം താണിരിക്കുന്നു എന്ന തരത്തിൽ ഷാഫി പറമ്പിൽ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. CPMന്റെ മാനിഫെസ്റ്റോ ഇതാണോ എന്ന് ഷാഫി പറമ്പിൽ ചോദിക്കുന്നു. ഇതിനുശേഷം EN സുരേഷ് ബാബു മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ സുരേഷ് ബാബു പറഞ്ഞത് താൻ ആരുടെയും പേര് പറഞ്ഞില്ല, ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ ഹെഡ് മാസ്റ്റർ ആരാണ് എന്നത് മനസ്സിലാക്കി. ആ ഹെഡ് മാസ്റ്ററോട് മാധ്യമങ്ങൾ പ്രതികരണം ചോദിച്ചപ്പോൾ അയാൾ അതിൽ പ്രതികരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ തന്റെ ആരോപണം ശരിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന ന്യായീകരണമാണ് EN സുരേഷ് ബാബു ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. താൻ പേര് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അതിനുശേഷവും ഈ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഇനി താൻ തന്നെ ഏറ്റെടുക്കുന്നു എന്ന കാര്യം EN സുരേഷ് ബാബു പറയുന്നുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ തെളിവുകൾ പുറത്തേക്ക് വിടേണ്ടത് വന്നാൽ അത് താൻ ചെയ്യുമെന്ന് കൂടി പറയുന്നു. അപ്പോൾ ഷാഫിയോട് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു, നിയമപരമായ ഏതെങ്കിലും നീക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുമോ എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ നടത്തും എന്ന കാര്യമാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. അങ്ങനെ നിയമപരമായി പോവുകയാണെങ്കിൽ കയ്യിലുള്ള തെളിവുകൾ കൊടുക്കാം എന്ന് EN സുരേഷ് ബാബുവും പറയുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ഷാഫി പറമ്പിൽ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നേതൃത്വത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭയിലെത്തിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് മണ്ഡലത്തിലെത്തിക്കുന്നു. അങ്ങനെ ആ പ്രശ്നങ്ങൾ തീരുന്നു എന്ന് വരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഷാഫിക്കെതിരായിട്ടുള്ള CPMന്റെ ഈ തുറന്നു പറച്ചിൽ കൂടി ഉണ്ടാകുന്നത്. അത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന ഒരു അവകാശവാദം CPMനുണ്ട്. അത് ഏത് ഘട്ടത്തിൽ അവർ പുറത്തുവിടുന്നു എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയത്തിലായാലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ, സമുദായ സംഘടനകൾ സ്വീകരിക്കുന്ന നിലപാട്. ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഉത്തരം പറയേണ്ടി വരുന്ന വിഷയം തന്നെയാണ്. അതിന് പിന്നാലെയാണ് ഷാഫി പറമ്പിലിനെതിരെയും ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടാകുന്നത്. കേരള രാഷ്ട്രീയം പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. എന്തായാലും എന്താണ് CPMന് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ, അവരത് പുറത്തുവിടുമോ, ഷാഫി കുടുങ്ങുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.